Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു ചപ്പർത്തലയൻ അവനാണെങ്കിൽ ഡോറ പെണ്ണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ ആ ഒരു ഷോള് അതുപയോഗിച്ച് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് മുകളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഡോറയും അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്, മാത്രമല്ല അവർ ഒരേ ടീംമേറ്റ്സും. അതുകൊണ്ട് തന്നെ ഹീറോ ആണെങ്കിൽ ആ ഷാള് പിടിച്ച് തിരിച്ചു വലിക്കും. അതേസമയം മാസ്റ്ററും ഐസമ മാസ്റ്ററും അവർ രണ്ടുപേരും കൺട്രോൾ പോയ നമ്മുടെ ഹീറോയെ പിടിച്ചെടുക്കാനായിട്ട് അവിടേക്ക് വരുമ്പോഴായിരിക്കും ഹീറോ ബാക്ക് ടു നോർമൽ ആയത് ഐസമ മാസ്റ്റർ ശ്രദ്ധിക്കുക. ഐസമയാണെങ്കിൽ കൂടെയുള്ള മാസ്റ്ററിനോട് പറയും, ഹീറോ അവന്റെ കൺട്രോൾ തിരികെ പിടിച്ചോന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യാം. ഇത് അവന്റെ മാത്രം മത്സരമല്ല, കൂടെയുള്ള കുറച്ചു പേരുടെയും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്പോയിൽ ചെയ്യുന്നത് ശരിയല്ല. വീണ്ടും അവന്റെ കൺട്രോൾ പോവുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമുക്ക് അവനെ പിടിച്ചെടുക്കാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കാത്തു നിൽക്കുകയാണ്. ഇവിടെ ഹീറോ ആണെങ്കിൽ ആ ഷോളിൽ പിടിച്ചു നിൽക്കുമ്പോൾ ആ ഒരു ചപ്രത്തലയൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ ഷോൾ അങ്ങനെ തിരിച്ച് ആഞ്ഞു വലിക്കും. അതിൽ കൺട്രോൾ പോയ ഹീറോ താഴേക്ക് വീഴുകയാണ്. ഹീറോ അവന്റെ പവർ കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഒട്ടും പവർ ഇല്ലാതെയാണ് അവൻ ഫൈറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അപ്രകാരം സംഭവിച്ചത്. ഡോറയാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു മാച്ച് അത് ഇട്ടുകൊടുക്കാം. അതിന് ഹീറോ പറയും, ഇല്ല, അതെല്ലാവരുടെയും തോൽവിക്ക് കാരണവും, അതിന് ഞാൻ സമ്മതിക്കില്ല. മറ്റൊരു ഭാഗത്ത് അഷിട്ടോ ആണെങ്കിൽ രണ്ടുപേരുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഈ ഒറ്റക്കണ്ണനാണെങ്കിൽ അവളുടെ പിന്നാലെ പോയി അവളെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒറ്റക്കണ്ണനാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ എടുത്ത് അഷിട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. അത് കണ്ട മിനട്ടോ ആണെങ്കിൽ അവൻ ഒട്ടിച്ചു വെച്ച ആ ബോളിന്റെ സഹായത്താൽ അവളുടെ അടുത്തേക്ക് വന്ന് ആ ഒരു ഉപ്പും മെറ്റൽസും എല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ്. അഷിട്ടോ ആണെങ്കിൽ അവൻ ഒട്ടിച്ചു വെച്ച ബോളുകൾ ലക്ഷ്യമാക്കി ഇപ്പൊ മിനട്ടോയെ വലിച്ചെറിയും. അവൻ ആ ബോളുകളിലൂടെ പാസ് ചെയ്ത് ഓപ്പണൻസിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. ഇവിടെ ഒറ്റക്കണ്ണനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ പുറത്തുള്ള ക്ലാസ് എ ടീമിന് ഒരുപാട് സന്തോഷം. അവരാണെങ്കിൽ ഇപ്പോ നമ്മുടെ ഹീറോയെയും അതുപോലെ തന്നെ ഡോറയെ നോക്കും. അവർ രണ്ടുപേരെയും ചപ്പർത്തലയനാണെങ്കിൽ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് കാണുമ്പോൾ അവരുടെ ടെൻഷൻ കൂടും. ചപ്പർത്തലയൻ ഒരു സെക്കൻഡ് അവൻ ആ സ്പോർട്സ് മീറ്റിൽ പയ്യന്റെയും കരീഷ്മയുടെയും പവറൊക്കെ അബ്സോർബ് ചെയ്ത് അത് അവർക്ക് നേരെ തന്നെ പ്രയോഗിച്ച കാര്യമൊക്കെ ആലോചിച്ചെടുക്കും. കട്ട് ചെയ്ത പ്രസന്റിലാണെങ്കിൽ ആ ചപ്പർത്തലയൻ അവനാണെങ്കിൽ ഹീറോയുടെ 1 for all പവർ അതങ്ങനെ കോപ്പി ചെയ്തിരിക്കുകയാണ്. നിന്റെ ഈ പവർ ഉപയോഗിച്ച് തന്നെ നിന്നെ ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു പവർ ഉപയോഗിക്കാനായിട്ട് തയ്യാറാവും. ഹീറോ ആണെങ്കിൽ അത് കണ്ട് ഞെട്ടും. പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ആ ഒരു പവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന ആൾ മരണപ്പെടുമെന്ന് ഓൾറെഡി മാസ്റ്റർ അവനോട് പറഞ്ഞതാണ്. ഹീറോ അവനോട് കെഞ്ചും, ദയവ് ചെയ്ത് ആ പവർ നീ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് ഉപയോഗിക്കണമെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് അത് നിനക്ക് ആവശ്യമാണ്. പക്ഷെ ചപ്രത്തലേൻ അത് മൈൻഡ് പോലും ചെയ്യാതെ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ഡോറ പെണ്ണ് അവളാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ മടക്കി ലോക്ക് ചെയ്ത് തലയ്ക്ക് ഒരു കൊട്ടൂടെ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ അവനെ തൂക്കിയെടുത്ത് നിലത്ത് ആഞ്ഞടിക്കും. അപ്പോഴായിരിക്കും ആ 1 for all പവർ അവന്റെ ബോഡിയിൽ വർക്ക് പോലും ആയിട്ടില്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുക. മറ്റൊരു ഭാഗത്ത് ഇസുക്ക് പയ്യനെ ആ ഒരു വയലറ്റ് പയ്യൻ അവന്റെ ഷാൾ ഉപയോഗിച്ച് ഈസി ആയിട്ട് ബ്ലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ആ ഷാൾ ഉപയോഗിച്ച് തന്നെ ലോക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ഐസമയും വെള്ളത്തലയനും മാസ്റ്ററും അവരെല്ലാവരും 1 for all പവർ അത് പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് വയലറ്റ് പയ്യന് ഐസമ മാസ്റ്റർ ഷാൾ വെച്ച് ട്രെയിനിങ് കൊടുത്ത കാര്യങ്ങളെല്ലാം അദ്ദേഹം ആലോചിക്കും. ടൈം നീലത്തലയന് ആ ഒരു ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവനാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആ ഒരു കയറ് കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഐസമ മാസ്റ്ററിനും ആ ഒരു കയറ് അത് ട്രെയിനിങ് സമയത്ത് കൺട്രോൾ ചെയ്യാൻ 6 വർഷം എടുത്തു. അതുപോലെ തന്നെ അവനും അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹമാണെങ്കിൽ കൂടുതൽ കാര്യമായിട്ട് ട്രെയിനിങ് കൊടുത്ത് ഒരു വിധത്തിൽ കൊണ്ട് ആ ഒരു ട്രെയിനിങ് അത് കംപ്ലീറ്റ് ആക്കി എടുപ്പിച്ചു. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ പഞ്ചിയനെ ഓട്ടിയെടുക്കും. ആ സമയം അവനാണെങ്കിൽ ഷാൾ അങ്ങനെ പൈപ്പിൽ കുരുക്കി ഇപ്പോ ഹീറോയുടെ ബോഡിയിലിട്ട് വലിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ മുട്ട പറഞ്ഞ കാര്യം ആലോചിക്കും. 1 for all പവർ അത് നിനക്ക് കാര്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നീ നിന്റെ മനസ്സിനെ നിയന്ത്രിച്ച് അത് ഉപയോഗിച്ച് വേണം ആ പവറിനെ കൺട്രോൾ ചെയ്യാൻ. ഹീറോ ആണെങ്കിൽ ആ മുട്ട പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചെടുക്കും. അതെ, ഇതാണ് എന്റെ സമയം. കറക്റ്റായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് ഞാൻ ആ പവർ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇപ്പോ ആ ഒരു 1 for all പവർ അവൻ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ആ പൈപ്പുകൾ രണ്ടും അങ്ങനെ മടക്കി എടുക്കുകയാണ്. ഹീറോ ആ പവർ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നത് കണ്ട ഐസമ മാസ്റ്റർ ആണെങ്കിൽ ഷോക്കാവും. മാസ്റ്റർ ആണെങ്കിൽ വണ്ടർ അടിക്കും. ഹീറോ അവനിപ്പോ പഴയതുപോലെയല്ല, ഒരുപാട് മാറ്റം അവൻ ഉണ്ടായിട്ടുണ്ട്. ആദ്യം അവൻ ആ പവർ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി. അവനത് അത്ര എളുപ്പത്തിലല്ല സ്വന്തമാക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ആ വലിയ 1 for all പവർ അത് ഹീറോ സ്വന്തമാക്കിയത്. ഇപ്പൊ അവൻ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നതും ഇംപ്രൂവ് ചെയ്യുന്നതും കാണുമ്പോൾ ഒരുപാട് അഭിമാനം. വയലറ്റ് പയ്യനാണെങ്കിൽ ഹീറോട് പറയും, നീ എന്നോട് കളിക്കാൻ പാടില്ല. ഹീറോ ആണെങ്കിൽ വീണ്ടും ആ പവർ എടുക്കാൻ നോക്കുമ്പോൾ അത് തനിയെ ഇല്ലാതാവുകയാണ്. അപ്പോഴായിരിക്കും ഹീറോ തിരിച്ചറിയുക 20% മുകളിൽ ആ ഒരു പവർ ഇപ്പൊ ഹീറോ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പവർ അവനിപ്പോ നഷ്ടപ്പെട്ടു പോയത്. ആ 1 for all പവർ അത് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ഹീറോയെ കണ്ട്
ഒരുപാട് സമയം ആ പവർ ഉപയോഗിക്കാനായിട്ട് കഴിയൂ. ഇപ്പൊ 8% പവർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ പവർ കൊണ്ട് എങ്ങനെ വയലറ്റ് പയ്യനെ ഞാൻ ലോക്ക് ചെയ്യാൻ ചിന്തിച്ച് നിൽക്കുന്ന സമയം അവനാണെങ്കിൽ ഉഷാറായിട്ട് ഇപ്പൊ 1 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഹീറോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനെ ടീം ജയിക്കണമെങ്കിൽ അവനെ പിടിച്ചേ പറ്റൂ. ഇവിടെ വയലറ്റ് പയ്യനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. കാരണം അവരാദ്യം തന്നെ കൂടി ആലോചിച്ചപ്പോ എല്ലാവരും പറഞ്ഞതാണ് നമ്മുടെ ഹീറോ ഇസുക്ക് പയ്യൻ അവന്റെ പവർ വളരെ കൂടുതലാണെന്ന്, അത്ര എളുപ്പത്തിൽ അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. ആ സമയത്ത് വയലറ്റ് പയ്യൻ അവൻ ബാക്കിയുള്ളവർക്ക് കോൺഫിഡൻസ് കൊടുത്തു. എന്റെ ആ ഒരു മാനിപ്പുലേഷൻ പവർ ഉപയോഗിച്ച് ഞാൻ അവനെ ലോക്ക് ചെയ്യുമെന്ന്. അത് പ്രതീക്ഷിച്ചാണ് എല്ലാവരും അവനെ ഇസുക്കിന്റെ അടുത്തേക്ക് അയച്ചത്. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ അത് സാധിക്കുന്നുമില്ല. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇസുക്കാണെങ്കിൽ അവനോട് മറുപടി പറയുന്നുമില്ല. സോ ഇനി നിന്ന അത് വലിയ ആപത്താണെന്ന് മനസ്സിലാക്കി അവനിപ്പോ ചാടി ഓടും. ാണെങ്കിൽ ഇപ്പൊ കാര്യമായിട്ട് ആലോചിക്കുകയാണ്, ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ വെച്ച് എനിക്ക് അവനെ പിടിക്കണം. ഇങ്ങനെ മുൻപോട്ടേക്ക് ഓടിക്കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ഹീറോ ആവാനോ ഈ ഒരു ടീമിൽ ചേരാനോ സാധിക്കില്ല എന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ ഒരു ഗ്യാപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ഡോറ പെണ്ണാണെങ്കിൽ ആ ചപ്പർത്തലേനെ പൂർണ്ണമായിട്ടും റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അവനെ പിടിച്ചു വലിച്ച് ആ സെല്ലിൽ കൊണ്ടുപോയിട്ടാൽ അവൾ ഒരാളെ ലോക്ക് ചെയ്യും. സോ അവളാണെങ്കിൽ ഇപ്പൊ അവനുമായിട്ട് സെല്ല് ലക്ഷ്യമാക്കി പോവാണ്. അവനാണെങ്കിൽ നിർത്താതെ അവളെ ചീത്ത പറഞ്ഞ് അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ മറുപടി കൊടുക്കില്ല. കാരണം അവനെ കൊണ്ട് മറ്റുള്ളവരുടെ പവർ അത് അപ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇൻ കേസ് ആ വയലറ്റ് പയ്യന്റെ പവർ അത് അവൻ കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അവളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ അവൻ പറയുന്നതിനൊന്നും മറുപടി പറയാതെ ആ സെല്ല് തുറന്ന് അതിൽ അവനെ ലോക്ക് ചെയ്യും. പക്ഷെ അവനാണെങ്കിൽ ആറ്റിറ്റ്യൂഡ് അപ്പോഴും വിട്ടുകൊടുക്കില്ല. നിനക്കൊരു കാരണവശാലും എന്നെ ഇതിൽ അടച്ചതുകൊണ്ട് ജയിക്കാനായിട്ട് കഴിയില്ല. എന്റെ ടീംമേറ്റ്സ് ഇനിയും 4 പേര് പുറത്ത് തന്നെയുണ്ട്. അവരെല്ലാവരും ഭയങ്കര പവർഫുൾ ആണ്. അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റൊരാൾക്ക് കമ്മോഡിറ്റീസ് അത് ചെറുതും വലുതുമാക്കി മാറ്റി അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ എല്ലാവരും വളരെ സ്ട്രോങ് ആണെന്ന് പറയും. അതിനും ഡോറ മറുപടി കൊടുക്കില്ല. അവളാണെങ്കിൽ ഇപ്പൊ ഹീറോ പറഞ്ഞ കാര്യം ആലോചിക്കും. ബാക്കിയുള്ള അവരുടെ 2 ടീംമേറ്റ്സിനെ അവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഹീറോ അവളോട് പറഞ്ഞത്. സോ അവളാണെങ്കിൽ ഇപ്പൊ മിനട്ടോ ആ ടീമിന്റെ അടുത്തേക്ക് പോകും. ഇവിടെ ഹീറോ ആണെങ്കിൽ വയലറ്റ് തലേനെ എങ്ങനെയെങ്കിലും ക്യാച്ച് ചെയ്യാൻ അവന്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആ ഒരു നീലത്തലേന്റെ പിന്നാലെ ഓടുമ്പോൾ അവരുടെ ടീമിലുള്ള വേറൊരുത്തൻ ചാടി വന്ന് ഹീറോയെ ഇടിച്ച് താഴെയിടും. ഡോറയാണെങ്കിൽ ഇവിടെ റൈക്കോയെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. അവളാണ് ഇത്രയും നേരം ആ ഒരു നട്ടും ബോൾട്ടൊക്കെ വലുതാക്കി നമ്മുടെ ആൾക്കാർക്ക് നേരെ എറിഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ അവളെ നമ്മുടെ മിനട്ടോ പെണ്ണ്, നമ്മുടെ ഡോറ പെണ്ണ് അങ്ങനെ നോക്ക് ചെയ്തു. അപ്പോഴായിരിക്കും അവളുടെ തൊട്ടുപുറകിൽ ആ ഒരു ഒട്ട പെണ്ണ് കാണുക. അവളാണെങ്കിൽ ഭയന്ന് നിൽക്കുകയാണ്. അവളാണെങ്കിൽ അവളെയും തൂക്കിയെടുത്ത് അടുത്തുണ്ടായിരുന്ന ചുമരിൽ ആഞ്ഞെട്ടിക്കുകയാണ്. അവിടെയാണെങ്കിൽ മിനട്ടോ ഫിക്സ് ചെയ്ത ആ ഒരു ബോംബും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ അതിൽ ഒട്ടി നിൽക്കുമ്പോൾ ആ ഒരു ഒറ്റക്കണ്ണൻ അവനാണെങ്കിൽ ഇപ്പോൾ അവളെ പിടിക്കാൻ ശ്രമിക്കും. അത് കണ്ട് അഷിഡോ ആണെങ്കിൽ പാഞ്ഞു വന്ന് അവനെ ആഞ്ഞു കിക്ക് ചെയ്യും. പിന്നെ 3 പേരെ ഇപ്പൊ അവർ 2 പേരും ചേർന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ഇപ്പൊ അവനെ പിടിച്ചു വലിച്ച് അറഞ്ചം പുറഞ്ഞ തല്ലുകയാണ്. ചപ്രത്തലയനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, നീലത്തലയനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം ഹീറോ ഇപ്പൊ പഴയതുപോലെയല്ല. അവനിപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അവൻ അങ്ങനെ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ ലോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ അവന് തന്നെ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നും. സോ ഹീറോ അവനെ പഞ്ച് ചെയ്യുമ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് ഹീറോയെ തന്നെ നോക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ സൂപ്പറായിട്ട് തൂക്കിയെടുത്ത് ഇപ്പൊ ജയിൽ ലോക്ക് ചെയ്യാണ്. അങ്ങനെ 4 പേരെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ കൊട്ടായാണെങ്കിൽ ഏറ്റവും ബോംബ് ബോളില് അതിൽ സ്റ്റക്ക് ആയതുകൊണ്ട് തന്നെ അവനെ ആ സെല്ല് അടയ്ക്കാൻ കഴിയില്ല. പക്ഷെ എന്താ 4 പേരെ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർ ഇപ്പൊ ജയിച്ചിരിക്കുകയാണ്. എ ടീമിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, ടീമിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും, പ്രത്യേകിച്ച് ആ വെള്ളത്തലേന്. ആ ടോട്ടൽ മത്സരത്തിൽ ഇപ്പൊ എ ക്ലാസ് വിൻ ചെയ്തിരിക്കുകയാണ്. ബി ക്ലാസ് ആണെങ്കിൽ അവരുടെ തെറ്റുകളും മിസ്റ്റേക്കുകളും എല്ലാം തന്നെ റിയലൈസ് ചെയ്യും. എങ്ങനെ ട്രെയിൻ ചെയ്ത് കൂടുതൽ പെർഫെക്റ്റ് ആവാമെന്ന് അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതേസമയം ആ വയലറ്റ് തലയൻ ആണെങ്കിൽ വെള്ളത്തലയനോടും അതുപോലെ തന്നെ ഐസമ മാസ്റ്ററിനോട് പറയും, ഇത് എനിക്കൊരു ട്രെയിനിങ് അല്ല, മറിച്ച് എനിക്കൊരു ടെസ്റ്റ് ആണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു. എനിക്ക് വേണ്ട വിധം നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം മത്സരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവർക്കും ഒത്തിരി സന്തോഷം. ഐസമ മാസ്റ്റർ ആണെങ്കിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടും. അതിനുശേഷം ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഹീറോയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കും. എല്ലാവരും കരുതിയിരിക്കുന്നത് ഹീറോയുടെ പവർ അത് അവനെ കൊണ്ട് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവൻ പോയതാണെന്നാണ്. ഹീറോ ആണെങ്കിൽ എല്ലാവരോടും പറയും, അതെന്ത് പവറാണെന്ന് ഇപ്പോഴും എനിക്ക് അറിയില്ല. അത് കൺട്രോൾ ചെയ്യാൻ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ആ സമയത്ത് ഡോറയും എന്റെ ടീംമേറ്റ്സും ചേർന്നാണ് എന്നെ അതിനെ ഹെൽപ്പ് ചെയ്തത്. സഹായിച്ച എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയും. ആ സമയം മിഡ് നൈറ്റ് ആണെങ്കിൽ ഇപ്പൊ ഡോറയോട് താങ്ക്സ് പറയും. നീയാണ് ശരിക്കും ഒരു സൂപ്പർ ഹീറോ പെണ്ണ്. കറക്റ്റായിട്ട് ഹീറോയുടെ ആ ഒരു പവറിനെ നീ കൺട്രോൾ ചെയ്യിപ്പിച്ചു. അഷിട്ടോ ആണെങ്കിൽ നൈസായിട്ട് അവളെ കളിയാക്കും. നീ കിട്ടിയ ഗ്യാപ്പില് ആ ചെക്കനെ ഹഗ് ചെയ്തല്ലേ. അത് കേൾക്കുമ്പോൾ അവൾക്കാണെങ്കിൽ കുറച്ച് നാണമൊക്കെ തോന്നുകയാണ്. ഇവിടെ ഐസമ മാസ്റ്റർ ആണെങ്കിൽ ഡോറയെ അഭിനന്ദിക്കും. നീ കറക്റ്റായിട്ട് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. വയലറ്റ് പയ്യനോട് പോലും അവനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറഞ്ഞ് ആ ഒരു പവർ കൺട്രോൾ ചെയ്യിപ്പിച്ചത് അത് നീയാണ്. നിനക്കിപ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഉടനെ നീലത്തലയനാണെങ്കിൽ എല്ലാവരോടും
എല്ലാവരോടും പറയും, അയ്യോ അല്ല അല്ല, അവനെ കൺട്രോൾ ചെയ്തത് എനിക്ക് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് കൂടെയാണെന്ന് പറയും. മാസ്റ്റർ ആണെങ്കിൽ അവന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, സൂപ്പർ ഹീറോ എങ്ങനെയായിരിക്കണമെന്ന് നീ കാണിച്ചു തന്നു, അതുകൊണ്ട് തന്നെ നിന്നെ ഇന്നു മുതൽ ഈ ഒരു ടീമിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് കേട്ട് വയലറ്റ് പൈനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.